ആവശ്യത്തിന് വാഹനങ്ങളുണ്ട്, ഓടിക്കാൻ ഡ്രൈവർമാരില്ല. കൊച്ചിയിൽ ലഹരി സംഘങ്ങൾ വിലസുമ്പോൾ ഇവരെ പിടികൂടേണ്ട എക്സൈസിനാണ് ഈ ദുർഗതി. ഡ്രൈവർമാരുടെ അഭാവം എക്സൈസിന്റെ രാത്രി പട്രോളിംഗ് അടക്കം പ്രതിസന്ധിയിലാക്കുന്നു. ലഹരി സംഘങ്ങൾ മെട്രോ നഗരത്തെ അരിക്കുമ്പോൾ അതിന് കൂച്ചുവിലങ്ങിടേണ്ട എക്സൈസിന് പറയാനുള്ളത് പരാധീനതകൾ മാത്രം. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലെന്ന പതിവ് പരാതിക്കപ്പുറം വാഹനം ഓടിക്കാൻ പോലും ഒരാളെ കിട്ടാത്ത നിലയിലേക്ക് കൊച്ചിയിലെ എക്സൈസ് മാറിയിരിക്കുകയാണ്. ആവശ്യത്തിന് വാഹനമുണ്ടെങ്കിലും അത് ഓടിക്കാൻ ആരെങ്കിലും വേണ്ടേ എന്നാണ് ഉദ്യോഗസ്ഥരുടെ അടക്കം പറച്ചിൽ. ലഹരി വേട്ടയ്ക്കിറങ്ങാൻ എറണാകുളം ജില്ലയിൽ എക്സൈസിന് വണ്ടികൾക്ക് ഒരു കുറവുമില്ല. പക്ഷേ ഓടിക്കാൻ ഡ്രൈവർമാരില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി. സിവിൽ എക്സൈസ് ഉദ്യോഗസ്ഥരാണ് ഡ്രൈവർമാരായി പകരം സേവനമനുഷ്ഠിക്കുന്നത്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം പുതിയ തസ്തികകൾ സൃഷ്ടിക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. സംസ്ഥാനത്താകെ ഇതാണ് സ്ഥിതി. ജില്ലയിൽ കോതമംഗലം, മാമല, തൃപ്പൂണിത്തുറ റേഞ്ചുകളിലും വിവിധ മേഖലകളിലെ 7 ഓഫീസുകളിലും എക്സൈസിന് ഡ്രൈവർമാരില്ല. ഡ്രൈവർമാരുടെ കുറവ് ലഹരി കേസുകളിലെ പരിശോധനയെ സാരമായി ബാധിക്കുന്നുണ്ട്. 2022 എക്സൈസ് ഡ്രൈവർ തസ്തികയിൽ PSC പരീക്ഷ നടത്തിയിരുന്നു. ഇതിൽ 28 പേർക്ക് മാത്രമേ നിയമനം ലഭിച്ചിട്ടുള്ളൂ. 2015 സർക്കാർ ഒടുവിൽ പുതിയ ഡ്രൈവർ തസ്തിക സൃഷ്ടിച്ചത്. അന്ന് 30 തസ്തികകൾ മാത്രമാണ് പുതിയതായി ഉണ്ടായത്. എന്നിട്ടും സംസ്ഥാനത്ത് 28 ഓഫീസുകളിൽ ഡ്രൈവർമാരില്ല. സംസ്ഥാനത്ത് എക്സൈസിന് 857 വാഹനങ്ങളാണുള്ളത്. ഇതിൽ 399 ഇരുചക്ര വാഹനങ്ങളാണ്. ശേഷിക്കുന്ന 458 വാഹനങ്ങൾക്ക് ആകെയുള്ളത് 277 ഡ്രൈവർമാർ മാത്രം. എക്സൈസ് നേരിടുന്ന പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് നിരവധി തവണ പുതിയ ഡ്രൈവർ തസ്തികകൾ സൃഷ്ടിക്കുന്നതിന് സർക്കാരിനെ സമീപിച്ചെങ്കിലും ധനവകുപ്പിന്റെയും മുഖ്യമന്ത്രിയുടെയും അനുമതി ലഭ്യമായിട്ടില്ല. ഋഷിരാജ് സിംഗ് എക്സൈസ് കമ്മീഷണറായിരിക്കെ ഒരു വാഹനത്തിന് 2 ഡ്രൈവർമാർ വേണമെന്നും ഡ്രൈവർമാരുടെ അഭാവം സേനയ്ക്ക് വലിയ പ്രതിസന്ധിയാണെന്നും സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ ഇതിൽ ഒരു അനുകൂല തീരുമാനം കൈക്കൊള്ളാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.